നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഗൗരവമേറിയ ഒരു മന്ത്രിസ്ഥാനം, പക്ഷേ പ്രതികരണങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നു, ഇത് ഭരണമോ അതോ ഒരു ഹാസ്യവേദിയോ? കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ തലവനായ മന്ത്രി വീണ ജോർജ്. പക്ഷേ പ്രതിസന്ധികൾ ഉയർന്നപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഉറച്ച തീരുമാനങ്ങളും വ്യക്തമായ മറുപടികളും. പക്ഷേ ലഭിച്ചതെന്ത്? വിവാദ പ്രസ്താവനകൾ, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന നിലപാടുകൾ, ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള മറുപടിയില്ലാത്ത വിശദീകരണങ്ങൾ. ഒടുവിൽ ആശുപത്രി ICUവിലെ സെൽഫി. KSUക്കാർ മന്ത്രിയെ കയ്യേറ്റം ചെയ്തതിന് തെളിവായി ദൃശ്യങ്ങളില്ല. ഇല്ലാത്ത അക്രമത്തിന്റെ പേരിൽ നാട്ടിലാകെ CPM പ്രതിഷേധം അതിരുകടക്കുന്നു. ഇത് ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രിയുടെ പ്രവർത്തനമാണോ? അല്ലെങ്കിൽ ഭരണത്തിന്റെ ഗൗരവം തന്നെ ഹാസ്യമായി മാറുന്ന അപകടകരമായ അവസ്ഥയോ? മന്ത്രി വീണ ജോർജ് സ്വന്തം നിലപാടുകൾ കൊണ്ട് തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. അതിനിടെ ആശുപത്രിയിലെ ICUവിലെടുത്ത ഒരു സെൽഫി പോലും വിവാദമാവുകയുണ്ടായി. അതിനിടെയാണ് ഇതിന്റെ പേരിൽ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഈ സംഭവത്തിന്റെ പേരിൽ മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു KSUക്കാർ എന്ന് ആരോപിച്ചുകൊണ്ട് CPM, DYFI, SFI ഒക്കെ പലയിടങ്ങളിലും പ്രതിഷേധിച്ചത്. ഇതിന്റെ ഭാഗമായി ഒരു KSU നേതാവിന്റെ വീടിന് നേരെ പോലും ആക്രമണമുണ്ടായി. അതിനെക്കുറിച്ച് ശ്രീ ഷാഫി പറമ്പലിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. ഇവിടുത്തെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവിടുത്തെ DYFIയുടെ മേഖലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ചാറ്റിൽ ഇവന്റെ വീട് എവിടെയാണ് എന്ന് സ്ഥിരീകരിച്ചു കൊടുക്കുന്ന ചാറ്റിന്റെ ദൃശ്യങ്ങൾ, ഇത് ശരിയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്താണെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടാവില്ലല്ലോ, അവര് തന്നെ പുറത്തുവിട്ടതാവുമല്ലോ ഇതിനോട് യോജിപ്പില്ലാത്ത ആളുകൾ. ശരിയാണോ അല്ലേന്ന് പോലീസ് പരിശോധിക്കട്ടെ. പരിഹാസ കഥാപാത്രമായി മാറുകയാണ് മന്ത്രി വീണ ജോർജ് എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. ആരോഗ്യ മന്ത്രിക്ക് KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റു എന്ന പച്ചക്കള്ളം വ്യാപകമായി പ്രചരിപ്പിച്ച് കേരളം മുഴുവൻ അക്രമം നടത്തുകയാണ് CPM ചെയ്യുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത KSU നേതാവിന്റെ വീടിന് ബോംബെറിയാൻ ഇല്ലാത്ത കള്ളക്കേസുണ്ടാക്കി വധശ്രമത്തിന് അവരെ ജയിലിലടക്കിയ ഇന്ന് കേരളത്തിന് മുഴുവൻ ബോധ്യമായി ഇത് പച്ചക്കള്ളമാണ് മന്ത്രിയും സ്പീക്കറും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കുകയാണ്. ഇപ്പോൾ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങിയ, പക്ഷെ അതിന്റെ പേരിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് നേതാക്കൾ. പരിഹാസ കഥാപാത്രമായി മാറുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ന് പ്രൈം ഡിബേറ്റിൽ ശ്രീ OK ഫാറൂഖ്, ഡോക്ടർ B ജയരാജ്, ശ്രീ ഷാബു പ്രസാദ് എന്നിവർ ചേരുകയാണ്. ഡോക്ടർ B ജയരാജ്, അത് ശരിയാണല്ലോ, ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കുകയാണ് ശ്രീമതി വീണ ജോർജ്. ഇപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ കഴുത്തിന് വേദനയുണ്ടായിരുന്നു, പിടലി ഉളുക്കിയിട്ടുണ്ട്, അതൊക്കെ ശരി, അവർക്ക് അവിടെ ഒരു ചികിത്സ നൽകി, അതൊക്കെ വേണമായിരുന്നു. പക്ഷേ മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ള പേരിൽ CPM കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? കണ്ണൂരിൽ ഇന്നലെ രാത്രിയും അക്രമം നടക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം എവിടെയാണ് ഇതിന്റെയൊക്കെ ഒരു തുടക്കം? മഞ്ജുഷി പറയുന്ന കേൾക്കുന്നുണ്ട്. ഈ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും VD സതീശനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കേരളം മുഴുവൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അരി തിന്നതും പോരാ, വഴിപോക്കനെ കടിച്ചതും പോരാ, പിന്നെ നായ്ക്കാണ് മുറുമുറുപ്പെന്ന് എന്ന് പറഞ്ഞ കണക്കല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കരിങ്കൊടിയുമായി ചീറിയെടുത്തു, അവരുടെ പെടലിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ്, കുൽസിത ശ്രമമാണ് നടക്കുന്നത്. ഇത് നേരത്തെ നടത്തിയിട്ടുണ്ട്. ഇവരുടെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിപ്പ രാജകുമാരി എന്നും കോവിഡ് റാണി എന്നൊക്കെ വിളിച്ച് മുൻ ആരോഗ്യ, ഇവർക്ക് സ്ത്രീകളോടുള്ള അസഹിഷ്ണുതയാണെന്നേ. സ്ത്രീകൾ നേതൃത്വത്തിലോട്ട് വരുന്നതും സ്ത്രീകൾ കാര്യപ്രാപ്തിയോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഇത്തരം യാഥാസ്ഥിതിക മനസ്സുള്ള, സങ്കുചിത മനസ്സുള്ള, മിസോഗൈനിസ്റ്റിക് ആയിട്ടുള്ള മെയിൽ ഷോവനിസ്റ്റ് പിഗുകൾക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒറ്റയിരുന്നുള്ള ആക്രമണം ഉണ്ടാവുന്നത്. വീണ ജോർജിന് എന്താണ് ഇതിനകത്ത് വീണ ജോർജ് ചെയ്ത തെറ്റ്? വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഇങ്ങനെ ഒരു കത്രിക ഉള്ളിൽ പോയൊരു സംഭവം ഉണ്ടായി. അതിനെ തുടർന്നൊരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അതിനെ തുടർന്ന് അന്വേഷണം ഏർപ്പെടുത്താൻ പറ്റും, അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിനു പകരം ഇവരോട് വെല്ലുവിളിച്ചുകൊണ്ട് ഇവരെ ആക്രമിക്കുക, അവരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു കരിങ്കൊടി സമരം നടക്കുന്നത്. താങ്കൾ പറയുന്ന കേട്ട തോന്നും ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കരിങ്കൊടി സമരം നടക്കുന്നത് എന്ന്. ഈ കരിങ്കൊടി സമരം നടക്കുമ്പോഴും മറ്റ് പ്രതിഷേധ സമരങ്ങൾ നടക്കുമ്പോഴും എനിക്കൊരു പേടിയും ആരെയും ഇല്ല, ഞാൻ ഭീരുവല്ല, ഭീരുക്കൾ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിടാൻ ചെന്നയാളാണ് മന്ത്രി വീണ ജോർജ്. അവരുടെ പദവിക്ക് പറ്റിയ ഒരു കാര്യമല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അങ്ങനെയാണ് സംഭവിച്ചത്. 3 KSUക്കാരാണ് ഉണ്ടായിരുന്നത്. അവരെ പോലീസ് പിടിച്ചു മാറ്റുകയും ചെയ്തു. പോലീസിനെ തട്ടിയിട്ടുകൊണ്ട് KSUക്കാർക്കെതിരെ ഇവരെന്തിനാണ് ഇത്തരത്തിലും ഒരു പ്രകോപനപരമായി സംസാരിച്ചത്? അതിന്റെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പ്ലാറ്റ്ഫോമിൽ വെച്ചും അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം അവർക്ക് പെടലിക്ക് വേദന വന്നു, ആശുപത്രിയിൽ അഡ്മിറ്റായി. ശരി, അങ്ങനെ വന്നോട്ടെ. എങ്കിൽ പോലും അതിന്റെ പേരിൽ നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് താങ്കൾ പറയുകയാണ്. ഇതിനെല്ലാം കാരണം ആ കരിങ്കൊടിയുമായി ചെന്ന 3 പേരാണെന്ന്. ഇതിനകത്ത് ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ലല്ലോ. മുഖ്യമന്ത്രി വിമാനത്തിൽ യാത്ര നടത്തുന്ന സമയത്ത് 3 യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത് അതിനകത്ത് ആക്രമിക്കാനായിട്ട് ആഹ്വാനം ചെയ്തവരാണിവർ. ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത്. എന്നിട്ട് യാത്ര ചെയ്യുന്ന വിമാനത്തിലടക്കം ആക്രമണം കേരളം കണ്ടതാണ്. ഇത് ഇന്നലെ തുടങ്ങുന്ന ആക്രമണങ്ങളല്ല ഇത് നിരന്തരമായി തുടങ്ങിയതല്ല. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ നെറ്റിക്ക് പരിക്ക് പറ്റുന്നത് ഈ നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നെഞ്ചുംകൂടിനെ പറ്റി വിശേഷം നടത്തിയത് ആരാണ് എന്നുള്ള കാര്യവും ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡോക്ടർ ബി ജയരാജ്. എന്നിട്ടാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഒരു നാടകം അതിവിടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇടത് സഹയാത്രികൾ ഇങ്ങനെ സംസാരിക്കുന്നത്. നാട്ടിൽ കലാപമുണ്ടാക്കുന്നത് ആരാണ്? കണ്ണൂരിൽ എവിടെയൊക്കെയാണ് അക്രമം നടന്നത് ഇതിന്റെ പേരിൽ? ഒരു അവസരം കിട്ടുന്നതിനായി കാത്തിരുന്ന പോലെയായി. സമരരംഗത്തേക്ക് ഇറങ്ങുവാൻ ഇപ്പോൾ അവസരമില്ലാതിരുന്ന SFI കുട്ടികൾ പോലും ഇറങ്ങുകയാണ്. നമ്മൾ ഈ കാര്യത്തിനെ കാണുന്നത് അത് ആദ്യമായിട്ടല്ലല്ലോ തുടങ്ങിയത്. ഇത് കൃത്യമായ ആഹ്വാന പ്രകാരം ആദ്യമേ കൊണ്ടുവന്ന് റീത്ത് വെക്കുന്ന സിംബോളിസം എന്താണ് ഉദ്ദേശിക്കുന്നത്? റീത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ വകവരുത്താൻ പോലും ഞങ്ങൾക്ക് മടിയില്ല എന്ന് കാണിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഔദ്യോഗിക വസതി ആരാണ് അവിടെ കയറിയത്? നേമം ഷജീറും അവിടുത്തെ കുറെ SDPIയുടെ പരസ്യമായിട്ടുള്ള ഗുണ്ടകളുമാണ് അവിടെ ഇടിച്ചു കയറിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊന്നും അല്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള അജണ്ട എവിടെ നിന്നാണ് വരുന്നതെന്ന് ഷാഫി പറമ്പിൽ ഇന്ന് വന്നിറങ്ങിയല്ലോ. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള അച്ചുതണ്ട് ഉണ്ടാക്കുകയും ഇത്തരം തീവ്രവാദ ആളുകളെ റോഡിലേക്ക് ഇറക്കുകയും ആക്രമണം അഴിച്ചിടുന്നത്. മുമ്പ് ഗുണ്ടകളെയാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചിലൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഗുണ്ടകളെക്കാളും അതിക്രമകാരിയായിട്ടുള്ള ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ഓപ്പറേഷൻസ്. അപകടകരമായ 3 KSUക്കാരെയാണ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് ശ്രീ ബി ജയരാജ് വിശേഷിപ്പിക്കുന്നത്. ശ്രീ OK ഫാറൂഖ്. ഈ ജയരാജൻ സത്യത്തില് ഈ നാഗ്പൂരിൽ നിന്നാണോ സംസാരിക്കുന്നത്? RSSന്റെ കാര്യാലയത്തിൽ നിന്നാണോ? എനിക്കൊരു സംശയമുണ്ട്. എന്തുവാ ഈ പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് ഒരു സമരം നടത്തിയാൽ, ഒരു പ്രതിഷേധം നടത്തിയാൽ, ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവർ രാജ്യദ്രോഹികൾ. ശ്രീ ജയരാജ്, നിങ്ങളൊക്കെ RSSന്റെ നാമം ഞങ്ങൾക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇന്ത്യ രാജ്യത്ത് ഈ ഗവൺമെന്റിനെതിരെ, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ധ്വംസനം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ നമ്മൾ ശബ്ദിച്ചാൽ നമ്മളെ എല്ലാവരും പറയും രാജ്യദ്രോഹികളാണ്. ഇപ്പൊ CPM ഇടതുപക്ഷത്തിന്റെ ഈ മന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ, CPMനെതിരെ, പിണറായിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയാൽ മുസ്ലിം തീവ്രവാദികൾ. ഇതാണ് ഞാൻ പറയുന്നത്. RSS ആരാ, CPM ആരാണെന്ന് നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയുന്നില്ല. രണ്ടും ഒരു നാണയത്തിന്റെ 2 വശമല്ല, രണ്ടും ഒരു വശമായി മാറിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറയാം, അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഉണ്ടല്ലോ ഇപ്പൊ പറഞ്ഞ, അതൊക്കെ പിൻവലിക്കാൻ തയ്യാറാവണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. വളരെ മോശം. കേരള സമൂഹം കാണുന്നുണ്ട്. താങ്കൾ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു ആളായിട്ട് വന്നിരുന്നിട്ട് ഇമ്മാരിത്തെ വർത്തമാനം പറയുന്നത്. ഡോക്ടർ ബി ജയരാജ് ആദ്യം പറഞ്ഞ കാര്യം ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന്. അല്ല, ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പൊ ഞാൻ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യത്തിനുള്ളതാണ്. ഒരു പ്രതിഷേധം നടത്തി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാര് ആ യൂത്ത് കോൺഗ്രസിന്റെ ഇവിടുത്തെ ഈ നെറികേടുകൾക്കെതിരെ ശബ്ദിച്ചതാണ്. മനസ്സിലായില്ലേ? അവിടെ ഇത്തരം വർത്തമാനങ്ങൾ പറയരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയണം. രണ്ടാമത്, ഇനി എന്താണ് ഇവിടെ സംഭവം നടന്നത്? യഥാർത്ഥത്തിൽ ശ്രീ മഞ്ജുഷേ, ഞാൻ ഇതിനൊരു സിനിമ പോലെയാണ് കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ പെടലിക്കഥ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതിന്റെ സംവിധായകൻ AN ഷംസീർ എന്ന് പറയുന്ന സ്പീക്കറാണ്. ഇതിന്റെ തിരക്കഥ എന്ന് പറയുന്നത്
നമ്മുടെ കിണറേഷ് ഉണ്ടല്ലോ, കിണറേഷ് ഫ്രം AKG സെന്ററിൽ നിന്നാണ് അദ്ദേഹം ഈ തിരക്കഥ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇതിന്റെ അഭിനേതാവ് ആരാന്ന് ചോദിച്ചാൽ വീണ ജോർജ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി മുതൽ കേരളത്തിന്റെയും അത് ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പല നടന്മാരും നടിമാരും ഒക്കെ സങ്കടത്തോടു കൂടി മൂക്കിന് മുകളിൽ കൈവച്ചിട്ടിരിക്കുകയാണ്. അവരൊക്കെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഞങ്ങളെക്കാളും വലിയ അഭിനയത്തിന്റെ ആളുകളായി CPM-ലെ ഈ വീണ ജോർജും AN ഷംസീറും മുഖ്യമന്ത്രിയൊക്കെ മാറിയല്ലോ, ഞങ്ങളൊക്കെ ഇപ്പൊ ഫീൽഡ് ഔട്ട് ആവുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ ഇവിടെ നടന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പ്രതിഷേധത്തിന്റെ അതിർവരമ്പ് എഴുതാ ഒന്ന് പറഞ്ഞേ. പ്രതിഷേധിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിന് അതിർവരമ്പുകളില്ല. ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ വന്നതല്ല. ഞങ്ങൾ എന്തിനാണ് ഇവിടെ പ്രതിഷേധം നടത്തിയത്? ഞങ്ങൾ ആരോഗ്യ വകുപ്പ്, ഇവിടെ 20 മന്ത്രിമാരുണ്ടല്ലോ. ഇപ്പൊ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നേരെ മാത്രം എന്താ പ്രതിഷേധം നടത്താൻ കാരണം? ഇവിടെ ഇപ്പോൾ കുറച്ച് റീസെന്റ് നമുക്കറിയാം കുറെ സംഭവങ്ങൾ ഉണ്ടായി. ആ സംഭവങ്ങളിൽ അവസാനം ആലപ്പുഴ നമുക്കൊരു മെഡിക്കൽ കോളേജിനകത്ത് ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ചത് ഈ ഭരണകൂടത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ നിസ്സംഗതയും കെടുകാര്യസ്ഥതയും മൂലം ആ പാവപ്പെട്ട സ്ത്രീ 5 വർഷം കത്രിക കൊണ്ട് നടന്നു. എന്നിട്ട് അവര് പറയാണ് ആശുപത്രിയിൽ പോയി ചെന്നാൽ, ഈ ഗവൺമെന്റ് ആശുപത്രിയിലേ പോകാൻ കഴിയുന്നുള്ളൂ, അവിടുത്തെ ഡോക്ടർമാർ പറയാണത്രേ അത് കിഡ്നി സ്റ്റോൺ ആണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടുകയാണ്. അവസാനം സ്കാൻ ചെയ്തപ്പോഴാണ് വിവരം അറിയുന്നത്. ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്. പാലക്കാട് ജില്ലയിലെ പല്ലശ്ശനയില് 9 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്, പേര് വിനോദിനി എന്നാ. കേൾക്കണം ശ്രീ ജയരാജെ, ഞങ്ങൾ എന്തിനാ സമരം നടത്തിയെന്ന് പറഞ്ഞുതരാം. ആ കുഞ്ഞ് ഒന്ന് കളിക്കുന്നതിനിടയിൽ ഒരു വീണു, കയ്യിലൊരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായി. നേരെ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി. അവർ ഒരു തരത്തിലുള്ള ശുശ്രൂഷ നടത്താതെ നേരെ കുറച്ചു ബാൻഡേജ് കെട്ടിപ്പൊതിഞ്ഞിട്ട് വിട്ടു. ആ കുഞ്ഞിന്റെ കൈ ചീയാണ്, ആ കുഞ്ഞിന്റെ കൈ പഴുക്കുകയാണ്. എന്നിട്ട് പിന്നീട് അവസാനം ആ കുഞ്ഞിനൊരു ആശുപത്രി കൊണ്ടുപോയിട്ട് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ കൈ വെട്ടി, കൈ മുറിച്ചു മാറ്റിയിട്ട് ഇപ്പോ ഈ വീണ ജോർജ് പോയ ICU ഉണ്ടല്ലോ, ICU അതിനെ ഉപയോഗിക്കുക, തീവ്രപരിചരണ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ആ കുഞ്ഞിനെ അവിടെ കിടത്തി. കുഞ്ഞ് ICUവിൽ നിന്ന് പുറത്തു വരുമ്പോൾ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കേൾക്കണം മിസ്റ്റർ ജയരാജ്, ഞങ്ങൾ സമരം നടത്തിയ അതിനാണ്, ഞങ്ങളെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന താങ്കളോട് എനിക്ക് പറയാനുള്ളത്. ആ കുഞ്ഞ് പറയാണ്, എൻ്റെ അമ്മേ, എൻ്റെ വലത് കൈ എവിടെയെന്ന്. വലത് കൈ ഈ ഭരണകൂടം എടുത്തുകൊണ്ടുപോയി. വലതു കൈ ഈ വീണ ജോർജിന്റെ കെടുകാര്യസ്ഥതയുടെ ഈ ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം, ഈ ഫെയിലിയറായ സിസ്റ്റം, ആ സിസ്റ്റം കൊണ്ടുപോയി. അതാണ് സത്യം, അതല്ലേ സത്യം? അങ്ങനെ ആ കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ടിട്ട്, കേൾക്കാമോ? പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം. ആ കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ടിട്ട് മഞ്ജുഷയെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ ഇവരാരും തയ്യാറായില്ല. ആ കുഞ്ഞ് എത്രയോ സ്വപ്നം കാണുന്ന ഒരു കുഞ്ഞാണ്. ഒരു കൃത്രിമ കൈ കൊടുക്കാൻ ഇവർ തയ്യാറായില്ല. അവസാനം ആ കുഞ്ഞിന് കൃത്രിമ കൈ കൊടുത്തത് പ്രതിപക്ഷ നേതാവ് അല്ല, ഹൃദയപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. 6 ലക്ഷം രൂപയുടെ ഒരു കൃത്രിമ കൈ കൊടുത്തത്, കുഞ്ഞിന് വീടിന് വേണ്ടിയുള്ള സ്ഥലവും. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിയ 4 ഞങ്ങൾ KSUവിന്റെ സഹപ്രവർത്തകനെ അഭിവാദ്യം ചെയ്യുകയാണ്. അവരാരെങ്കിലും അവരെ ഈ മന്ത്രിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊരൊറ്റ ചോദ്യം. പക്ഷെ അവർക്ക് പരിക്ക് പറ്റിയത് ഈ KSUക്കാർ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർക്ക് പിടലിക്ക് പരിക്കേറ്റത്. ശ്രീ മഞ്ജുഷിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ ആക്രമിച്ച ഏതെങ്കിലും? അങ്ങനെയല്ല, അവർ തന്നെത്താനെ സ്വന്തം പെടലി പിടിച്ച് തിരിച്ച് ഒടിച്ച് അഡ്മിറ്റ് ആയതാ. ഇപ്പൊ അങ്ങേര് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് സ്വന്തം പെടലി തിരിച്ച് തന്നെത്താൻ ഒടിച്ച് തന്നെത്താൻ അഡ്മിറ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അരി തിന്നതും പോരാ, വഴിപോക്കനെ കടിച്ചതും പോരാ, പിന്നെ മുറുമുറുപ്പ് എന്ന് പറഞ്ഞ ഭാഷ ഞാൻ ആദ്യം ഉപയോഗിച്ചത് തന്നെയാണ്. എന്താണ് ഞാൻ ആ ഭാഷ ആദ്യം ഉപയോഗിച്ചതിന്റെ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ഇവര് ഇന്ന് വാട്സപ്പ് സന്ദേശമായിട്ട് വന്നല്ലോ, ഇന്ന് ഷാഫി പറമ്പിൽ വന്നല്ലോ. ഇതിനു മുമ്പ് കേരളം മുഴുവൻ പരന്നുകൊണ്ടിരുന്ന കുറെ വാട്സപ്പ് സന്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ വലം കൈയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ എന്റെ പൊക്കിക്കൊണ്ട് വന്നില്ല. ഇപ്പോൾ ഇന്നൊരു വാട്സപ്പ് സന്ദേശമായിട്ട് പത്രസമ്മേളനം നടത്തുന്നു. അന്നേരം എവിടെയായിരുന്നു? മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു.
പാലക്കാടിന് ഒരു ജയരാജോട് സമ്മാനം ചോദിച്ചല്ലോ. എന്ന് പറഞ്ഞ് കൊടുത്ത ഒരാള് സ്ത്രീ വിഷയത്തിൽ ഇടപെട്ട് നാറിപ്പോയപ്പോൾ ഒരക്ഷരം പോലും പറയാൻ ഉത്തരവില്ലാത്ത ഷാഫി പറമ്പിലിന്റെ രംഗത്തിറങ്ങിയല്ലോ. നാണമില്ലേ കോൺഗ്രസ്സുകാരാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പും കള്ളത്തരവുമായിട്ട്? ഈ ഞാൻ പറയട്ടെ, അല്ല, കേരളം കണ്ടു. കോവിഡ് റാണി എന്നും നിപ്പ രാജകുമാരി എന്നും കണ്ടു. മുല്ലപ്പള്ളി രാമേന്ദ്രൻ വിളിച്ചതിന്റെ ഫലം താങ്കൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ചല്ലോ. ഞാൻ പറഞ്ഞോട്ടെ. ഹലോ, ശ്രീ ഷാബു പ്രസാദ്, ഇന്ന് ഈ ആരോഗ്യമന്ത്രിയുടേതായിട്ട് പുറത്തു വന്ന സെൽഫി, ആരോഗ്യമന്ത്രി ആ നഴ്സുമാരോടൊപ്പം ഉള്ള ആ സെൽഫി, അത് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ഹാൻഡിലുകളിലൂടെയാണ്. ഇത് നേഴ്സ് തന്നെ വിശദീകരണവുമായി വന്നിട്ടുണ്ട്. നേഴ്സിനോട് വിശദീകരണവും ചോദിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. അതൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എടുത്തതാണ് എന്നുള്ളതാണ്. ഇതിനെ ഇത്രമാത്രം വിവാദമാക്കേണ്ടതുണ്ടോ? അതോ ഈ ICUവിലെ ചട്ടങ്ങളൊക്കെ ലംഘിച്ചോ ആരോഗ്യമന്ത്രി തന്നെ? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അല്ല, ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഫോട്ടോ പുറത്തു വന്നതിന് ശേഷമാണ് അതായത് ഈ സന്തോഷ നിമിഷങ്ങൾ ഉല്ലാസകരമാക്കുക എന്ന് ചില ഫാക്ടറികളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ അനാരോഗ്യകരമായ നിമിഷങ്ങളും ICU പോലുള്ള ഇടങ്ങളും ഉല്ലാസഭരിതമാക്കണം എന്ന പുതിയ നമ്മുടെ കേരളത്തിലെ പുതിയ ആരോഗ്യ വകുപ്പിന്റെ പുതിയ നയത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഉല്ലസിക്കുന്ന പടമൊക്കെ ഈ പുറത്തു വന്നിരിക്കുന്നത്. ശരി, അതായിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ ഈ അഭിനയത്തില് ഈ വീണ ജോർജ് കുറച്ചുകൂടെ പഠിക്കാനുണ്ട് കേട്ടോ. അതായത് പണ്ട് ഇവിടെ CBI അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ നമ്മുടെ P. ജയരാജൻ ഒരു കിടപ്പ് കിടന്നത് ഓർമ്മയുണ്ടോ? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്നും പറഞ്ഞുകൊണ്ടൊരു കിടപ്പ് കിടന്നായിരുന്നു. ബോധമില്ലാതെ കണ്ണു അടച്ച് വായും തള്ളി ഒരു കിടപ്പ് കിടന്നു. അതിന്റെ ചുറ്റും ഇങ്ങനെ ആള് തീർന്നു പോയോ എന്നുള്ള മട്ടില് ഇങ്ങനെ ദുഃഖഭാരത്തോടെ കുരുങ്ങി നിൽക്കുന്ന CPM നേതാക്കളുടെയൊക്കെ ഫോട്ടോ ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും. അത്രയും പോരാ, ആ ലെവലിലേക്ക് വീണ ജോർജ് കേജ്രിവാളിനടക്കം വെറുതെ വിട്ടിട്ടുണ്ട്. താങ്കൾ CBIയുടെ മഹത്വം ഒന്നും ഇവിടെ പറയണ്ട. CBIയുടെ മഹത്വം ഒന്നും താങ്കൾ പറയണ്ട. ഇന്ന് കേജ്രിവാളിനടക്കം വെറുതെ വിട്ടിട്ടുണ്ട്. മിണ്ടായിരിക്കണം, ചുമ്മാ കിടന്ന് വള 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 വളാന്നും പറഞ്ഞു. ഇനി ഇയാൾ ഇടവോടൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. അതൊക്കെ വിളിക്കുന്ന സ്ഥലത്ത് കാര്യത്തിലേക്ക് വരും. വേണ്ട, നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. ഷാബു പറയൂ. കാര്യാലയത്തിൽ പോയി വിളിച്ചാൽ മതി. അയാൾ ഇവിടെ കിടന്ന് വായി തളിച്ച അയാൾ ഈ വായി കൂടെ വിസർജിച്ചത് മുഴുവൻ ബാക്കിയുള്ളവർ കേട്ടില്ലേ? പിന്നെ ബാക്കിയുള്ളതിന്റെ അത് കയറി ഉണ്ടാക്കാൻ വരുന്നത് എന്തിനാ? അത് താങ്കളാണ് ഓറൽ ഡയറി നടത്തുന്നത്. മിണ്ടായിരിക്കവിടെ. ഇതൊക്കെ RSSന്റെ കാര്യാലയത്തിൽ പോയി പറഞ്ഞാൽ മതി. അല്ലെ BJP ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. തന്നെ പറയും, തന്റെ മുഖത്ത് നോക്കി തന്നെ പറയും. ഇയാൾ എന്താ ചെയ്യും? ഇയാൾ ഇത്ര അസഹിഷ്ണുത ആവണമെന്ന കാര്യം എന്തെന്ന്? CBI ഇന്ന് കേജ്രിവാളിനെ വെറുതെ വിട്ടു എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. CBIയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ഞാൻ കുറച്ച് അസഹിഷ്ണുവാ, മിണ്ടായിരിക്കവിടെ. ഇനിയും അപ്പം ഇത് ഇവരുടെ സ്ഥിരം നമ്പറാണെന്നേ. ഒരു കാര്യം ഞാൻ പറയാം, വളരെ കൃത്യമായിട്ട് പറയാം മഞ്ജുഷേ. ഇവരുടെ കൃത്യമായ അജണ്ടയോട് കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തത്. പെട്ടെന്ന്, വളരെ പെട്ടെന്നുള്ള കാര്യം. ആ പ്ലാറ്റ്ഫോമിലെ ആ സംഭവം കഴിഞ്ഞിട്ട് ആ തേർഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഇവർ വരുമ്പോഴും ഇവർ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഷംസീർ അങ്ങോട്ട് എത്തിയതിന് ശേഷമാണ് ഇതിന്റെ കഥയുടെ ഗതി മാറുന്നത്. അത്രയും സമയത്തെ പ്ലാനിങ് ആണത്. ഇനി ഒരു കാര്യമുണ്ട്, ഇതുപോലെ ആക്രമിക്കപ്പെട്ട് പെടലി ഉളുക്കി അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിക്കുന്ന ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ വിട്ടിട്ട് ഷംസീർ അടുത്ത ട്രെയിനിൽ കയറി സ്ഥലം വിട്ടു കേട്ടോ. അവരുടെ ഒപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പോലും നിന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ട് ഷംസീർ അവിടുന്ന് പോയി. പിന്നെ ഇത് ഇവരുടെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം ഇവർക്കറിയാം, ഇപ്പൊ ഇവർ ഈ കാണിച്ചത് മുഴുവൻ കോമാളിത്തരമാണെന്നും ഇത് ഒരുമാതിരി വില കുറഞ്ഞ വൃത്തികെട്ട നാടകമാണെന്നും എല്ലാവർക്കും ഇത് മനസ്സിലാകാത്ത ഒരു കുഞ്ഞു പോലും ഈ. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്, ഇത് കോൺഗ്രസിന് പറ്റിയ ഒരു വീഴ്ച അല്ലെങ്കിൽ KSUവിന് പറ്റിയ ഒരു വീഴ്ച എന്നും ഇതിനെ പറയാൻ പറ്റും. ഇനി അങ്ങോട്ട് ഈ സമരങ്ങളുടെ ഗതി തന്നെ മറ്റൊരു രീതിയിലേക്കായി പോകും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന് ഇതിന്റെ അകത്ത് ഒരു പ്രക്ഷോഭം എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ ഞാൻ കുറ്റപ്പെടുത്താനൊന്നും തയ്യാറല്ല കേട്ടോ. അവർക്ക് അതിൻ്റെ അകത്ത് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിന്റെ അപ്പുറത്തെ ഇവന്മാർ കാണിച്ചിട്ടുള്ള വൃത്തികേടുകളും MV രാഘവന്റെ ഒക്കെ പുറകെ നടന്ന് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെ ഈ കേരളം കണ്ടതാണ്. കരിങ്കൊടി കാണിക്കുക എന്നൊക്കെ പറയുന്നതും പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സമരത്തിന്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്
കുറച്ച് ദിവസം കഴിയുമ്പം കേരളം ഇത് മറക്കും, നമ്മുടെ സമൂഹം ഇത് മറക്കും, മാധ്യമങ്ങൾ ഇത് മറക്കും. പക്ഷേ ഇനി ഇതുപോലൊരു സമരത്തിനിറങ്ങാൻ, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു സംഭവത്തിനിറങ്ങാൻ കോൺഗ്രസിനോ KSUവിനോ യൂത്ത് കോൺഗ്രസിനോ കഴിയില്ല. അവർക്ക് പേടിയാണ്. ഈ ഭയമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷങ്ങളുടെ ഈ ഭയമുണ്ടാക്കി ഈ സംഭവത്തിനെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് ഈ കോമാളി നാടകത്തിന്റെ ഉദ്ദേശം. അത് ആ ഉദ്ദേശത്തിൽ, ആ അജണ്ടയിൽ അവർ വിജയിച്ചിട്ടുണ്ട് മഞ്ജുഷേ. അതിൻ്റെ അകത്ത് ഇവർ ഈ കോൺഗ്രസിന് നിങ്ങൾ നോക്കിക്കോളൂ. കോൺഗ്രസ് ഇനിയുള്ള ദിവസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ അവരിനിയും ഈ പരിപാടിക്ക് പോവില്ല. അവര് ഇനി എന്ത് സംഭവിച്ചാലും ഈ കരിങ്കൊടി പ്രശ്നമില്ല. അത് ആ കോൺഗ്രസിന്റെ ഒരു സെറ്റപ്പ് രീതി അങ്ങനെയാണ്. അവരെ ഭയപ്പെടുത്തി മാറ്റി നിർത്താൻ CPM-നും കേരള സർക്കാരിനും ഈ കോമാളി നാടകത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ ഡോക്ടർ ബി ജയരാജ്, ദൃശ്യങ്ങൾ കാണുന്ന എല്ലാവർക്കും ഇത് ബോധ്യവുമാണ് അവിടെ ഒരു നാടകം കളിക്കുകയായിരുന്നു എന്നുള്ളത്. അതിൽ AN ഷംസീർ തൻ്റെതായ ഭാഗം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഞാൻ അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല എന്നാണ്. സ്പീക്കർ ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് അദ്ദേഹത്തിന് ഇത്തരമൊരു തിരക്കഥ രചിക്കുവാൻ ഇത് തടസ്സമായില്ലേ എന്ന ചോദ്യവും ഉയരും. ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ്. അന്ന് തന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് പ്രശ്നമായത്. ഇവിടെ പെടലി പിടിച്ച് തിരിച്ചു, അത് KSUക്കാരാണ് കയ്യേറ്റം ചെയ്തു എന്നുള്ള. കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിഫലമായ മറ്റൊരു ശ്രമം കൂടി നടത്തി, ആ ഗവൺമെൻറ് കാര്യം എടുത്തു വെച്ചുകൊണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇത്രയും അപഹാസ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഡോക്ടർ ബി ജയരാജ്? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുകയാണ് കേരള സമൂഹത്തിൽ ഇപ്പോൾ. ഇതിപ്പം നമ്മളൊരു പ്രിസീഡിങ് ഇൻസിഡന്റ് വെച്ചിട്ടാണ് ഇതിനെല്ലാം വിലയിരുത്തുന്നത്. എല്ലാ മന്ത്രിമാരും പോകുന്നുണ്ട് അവരുടെ ഏരിയൽ വിഷനൊക്കെ എടുക്കാൻ വേണ്ടി ഡ്രോൺ ക്യാമറ ആയിട്ടൊന്നും അല്ല കേരളത്തിൽ ആരും നടക്കുന്നത് മഞ്ജുഷേ. ഇതിനകത്ത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് വേണമെങ്കിൽ റെയിൽവേ എന്നുള്ള റെക്കോർഡിംഗ് എടുത്ത് ഇത് ആക്രമിച്ചതും പോരാ, ഇതിനപ്പുറത്ത് ഇനി അത് ആക്രമിച്ചെന്ന് തെളിയിക്കേണ്ടുന്ന രേഖ കൂടി ആരോഗ്യമന്ത്രി കൊണ്ടുവരണമെന്ന് പറയുന്ന ന്യായത്തോട് ഞാൻ യോജിക്കുന്നു. ആരോഗ്യമന്ത്രി കൊണ്ടുവരണമെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞാലേ ഇടയ്ക്ക് ഒരു തെളിവ് അങ്ങ് പുറത്തുവിട്ടത്. അവിടെ ക്യാമറകൾ ഉണ്ടായിരുന്നു. അവർ പകർത്തിയ ദൃശ്യങ്ങളിൽ എവിടെയാണ് അങ്ങനെ കാണുന്നത്? എവിടെയാണ് കാണുന്നത് നിങ്ങൾ? ഞാൻ പറയട്ടെ, ഇതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രിസീഡിംഗ് ഇൻസിഡന്റ്. അതുകൊണ്ടാണ് ഞാൻ വിമാനത്തിനകത്ത് വെച്ച് നടന്ന പിണറായി വിജയനെതിരെ നടന്ന ആക്രമണം, ഒരാള് നേരത്തെ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറി പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടി ഫ്ലൈറ്റിനകത്ത് കയറത്തില്ലല്ലോ. ഫ്ലൈറ്റ് പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രതിഷേധ പ്രകടനം നടത്തിക്കൂടാ, അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്ന രീതിയല്ല. റെയിൽവേ സ്റ്റേഷനിലും നടത്തിക്കൂടാ എന്ന് വെച്ച് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നടത്താറില്ലേ സമരങ്ങൾ? ഇവർക്ക് രണ്ട് രീതി. ആർക്കും റെയിൽവേ സ്റ്റേഷനിൽ സമരം നടത്തിക്കൂടാ. റെയിൽവേ സ്റ്റേഷനിൽ സമരങ്ങൾ നടത്താറുണ്ട്, ട്രെയിൻ തടയൽ നടത്താറുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു വ്യക്തിക്കെതിരെയോ ഒരു മന്ത്രിക്കെതിരെയോ ഇത്തരത്തിലുള്ള കരിങ്കൊടി കാണിക്കലോ അല്ലെങ്കിൽ അവരോട് നേരെ ചീറിപ്പാഞ്ഞെടുക്കലോ ഒരിക്കലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടോ എയർപോർട്ടിൽ വെച്ചിട്ടോ ഉണ്ടായിട്ടില്ല. എം പി രാഘവനിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? അതിന്റെ മുന്നിലൊരു അംശം പോലും ഇല്ല. ഇത് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞത് ഇതിന്റെ പേരിൽ നാട്ടിൽ ഒരു സമരം പോലും നടക്കാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ പറയുവാൻ നമ്മുടെ ആരോഗ്യമന്ത്രിക്കും കഴിഞ്ഞില്ല, MV ഗോവിന്ദനും കഴിഞ്ഞില്ല, എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പോലും കഴിഞ്ഞില്ല. അത് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, തീക്കണ്ടി കൊണ്ടാണ് തല ചൊറിയുന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. കാര്യം ആദ്യമേ റീത്ത് വയ്ക്കുക, അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കനകൂലുവിന്റെ പുതിയ തന്ത്രമാണെന്നേ, അക്രമം അഴിച്ചുവിടുക, ആക്രമണത്തിന്റെ മുൾമുനയെ നിർത്തിക്കൊണ്ട് ഒരു ഇലക്ഷനെ നേരിടുക, അതിന്റെ പേരിൽ അടി കൊള്ളട്ടെ, അതും കാണിച്ചുകൊണ്ടേ. സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തിന് പോകുന്നുണ്ട്, അല്ലെ KSUക്കാർ സമരത്തിന് പോകുന്നുണ്ടെ ചുമന്ന മഷിയും കൂടെ കരുതും. എന്തിനാണെന്നറിയാമോ? ഈ വെള്ള ഷർട്ടിനകത്ത് ഒഴിച്ചിട്ട് അടി കൊണ്ടേ തല പൊട്ടിയേ എന്ന് വിലപിക്കുക. എത്ര വിഷ്വൽസ്, അത്തരത്തിലുള്ള വിഷ്വൽസ് ഉണ്ട്, ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇതെല്ലാം നടനമായിട്ടും നാട്യമായിട്ടും തോന്നുന്നത് സ്വാഭാവികമാണ്. കോൺഗ്രസ്സുകാർ അങ്ങനെ പാലക്കാട്ടെ പഴയൊരു ദൃശ്യമില്ലായിരുന്നു. പാലക്കാട്ടെ അത് കോൺഗ്രസ്സുകാരുടേതല്ലായിരുന്നു. SFI കാരനോട് UFI കാരനോട് ചെയ്യുന്നത് പോലെ പാലക്കാട്ടെ പഴയൊരു ദൃശ്യമുണ്ട്. ഓർമ്മയില്ല. ഈ പറയുന്ന കേക്ക്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പം
ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ചീപ്പ് പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ ചീപ്പ് ഡ്രാമ കളിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഇനി ചിലപ്പോൾ ഷാബു പ്രസാദിന് അങ്ങനെ തോന്നിയേക്കാം. കാര്യം ഷാബു പ്രസാദിന് തന്നെ മനസ്സിലായി എന്തായാലും ഇനി വീണ്ടും ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇനി കോൺഗ്രസും BJPയും കൂടെ ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ആരൊക്കെയാണ് ഐക്യമെന്ന്. ഈ ചർച്ചയിൽ തന്നെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായല്ലോ. ഐക്യത്തിലായത് കോൺഗ്രസും BJPയും കൂടെ ചേർന്നിട്ടുള്ള ഐക്യമാണ്. ഒരേ സ്വരത്തിൽ സംസാരിക്കുക, ഒരേ രീതിയിൽ സംസാരിക്കുക, ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുക. ഇന്നിപ്പോ ഷാഫി പറമ്പിൽ ഇതിനു വേണ്ടി ന്യായീകരിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും വളരെ കൃത്യമായി എവിടെ നിന്നാണ് ഈ ആക്രമണത്തിനുള്ള ആഹ്വാനം വന്നിരിക്കുന്നത്. എന്തായാലും VD സതീശൻ ഈ ആക്രമണത്തിന് ആഹ്വാനം ഇതിനിടയിൽ ഈ ആക്രമണം എന്താണ്, അക്രമം എന്താണ്, കയ്യേറ്റം എന്താണ്, ഇക്കാര്യം നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നില്ല. ആര് കയ്യേറ്റം ചെയ്തു ഇക്കാര്യം പറയുവാൻ പറ്റുന്നില്ല ശ്രീ B ജയരാജ്. മഞ്ജുഷേ, നമ്മളെല്ലാരും കണ്ടതല്ലേ മഞ്ജുഷേ? കണ്ട കാര്യമാണ് പറഞ്ഞത്. എടുത്തോണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ ചീറിയെടുക്കുന്നത് ഞാനും മഞ്ജുഷ കണ്ടതല്ലേ? അവര് കരിങ്കൊടി എടുത്തോണ്ട് ചീറിയെടുക്കുന്നത് നമ്മൾ കണ്ടല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലീസ് കവചം കൊടുക്കുന്ന സമയത്ത് എന്ത് വേണേ സംഭവിക്കാം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്യാമറ ആംഗിളിൽ നമുക്ക് ക്യാമറ അത് കിട്ടുന്നത് വരെ നമുക്ക് സംഭവിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആരാണ്? വെറുതെ മര്യാദയ്ക്ക് നടന്നു വന്ന ഒരാൾക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അവരെ ആക്രമിക്കുക, മനഃപൂർവ്വം ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചീറിയെടുക്കുന്നത്. കരിങ്കൊടി പ്രകടനങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പോയ സമയത്ത് എത്രയോ സ്ഥലത്ത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കരിങ്കൊടി പ്രവർത്തകർ. പക്ഷെ ബസിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുമ്പോഴാണ് ഇവരൊക്കെ തന്നെ ഓമന പേരിട്ട് വിളിക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇനി കുറുക്ക് തല്ലി ഒടിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല അടി മേടിക്കുമ്പോഴത്തേക്കും ഈ അടി സംഘക്കാർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശബരിമല സമരത്തിന് പല ദിവസങ്ങളോളം മരത്തിന്റെ മേളിൽ നിന്ന് ഇറങ്ങാതിരുന്ന് അടി കിട്ടിയിട്ടുണ്ട്. അവിടെ അക്രമം അഴിച്ചുവിടാൻ പോയ ടീമുകൾക്കെല്ലാം. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസുകാർക്കും നല്ല അടി കിട്ടുന്നുണ്ട്. അയ്യോ അടി കിട്ടിയേ, ഞങ്ങളെ അടിച്ചേ എന്ന് പറഞ്ഞിട്ട് വിലപിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, അതിൽ നിന്ന് സ്കോർ ചെയ്യാനാണെങ്കിൽ അങ്ങനെയെങ്കിലും ശ്രമിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത്തരത്തിലുള്ള സമരത്തിന് അങ്ങനെ തന്നെ നേരിടാൻ പറ്റൂ. അല്ലാതെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ പറഞ്ഞ കണക്കോലെ വിദ്യാർത്ഥികൾക്കെതിരെ ഉപയോഗിച്ച അവരുടെ ജനനീന്ദ്രിയത്തിൽ ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച കണക്കോലെ ക്രൂരമായും നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി, SFIക്കാരന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന കണക്കോലെ പ്രവൃത്തി എന്തായാലും പിണറായി വിജയന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായിട്ടുമില്ല. അത് വാസ്തവം തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സമരം നടത്താനുള്ള കെൽപ്പ് KSUവിനും ഇല്ല, യൂത്ത് കോൺഗ്രസിന് ഇല്ല. അതുകൊണ്ടാണ് ഇത്തരം ഗുണ്ടകളെ ഉപയോഗിച്ച് ഇത്തരം മിസ്ക്രിയൻസിനെ ശരിക്കും പറഞ്ഞാൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും UDFന്റെയും ഒന്നും സമരം അടുത്ത കാലത്തായിട്ട് കേരളം കാണുന്നതേയുമില്ല. ആരോഗ്യമന്ത്രിക്കെതിരെ എന്ത് സമരമാണ് നടന്നത്? ഒരു 2 പിള്ളേർ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഒരു കരിങ്കൊടിയുമായിട്ട് 2 മുദ്രാവാക്യം വിളിച്ചതാണോ? അവിടെ ഒരു പ്രശ്നവുമില്ലാതെ ആരോഗ്യമന്ത്രിക്ക് ആ പോലീസുകാർക്കൊപ്പം പ്ലാറ്റ്ഫോമിലേക്ക് പോകാമായിരുന്നു. അതില്ല, അത് ചെയ്യാതെ അവിടെ ഷോ കാണിച്ചത് ആരോഗ്യമന്ത്രിയാണ്. ശ്രീ OK ഫാറൂഖ്. ഞാൻ ശ്രീ ജയരാജ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എവിടേക്കാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പോകുന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു പഴയ കാലമല്ല. നിങ്ങളൊരു 1980-ലെയും 70-ലെയൊക്കെ കാലത്തെ പോലെയാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2025 ജെൻസി പിള്ളേരുടെ കാലമാണ്. ഇത് AI ടെക്നോളജിയുടെ കാലമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ നിങ്ങളുടെ മന്ത്രി ആക്രമിച്ച ഒരു ദൃശ്യം കാണിച്ചു. സോഷ്യൽ മീഡിയ വാടകയ്ക്ക് എടുത്ത് നുണപ്രചരണം നടത്തിക്കോളൂ. ആവശ്യത്തിന് സോഷ്യൽ മീഡിയ വാടകയ്ക്ക് എടുത്തിട്ട് നുണപ്രചരണം ആവശ്യം പോലെ നടത്തിക്കോളൂ. നിങ്ങൾ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം, ഇതാ ആ ദൃശ്യം കാണിച്ചു തന്നാൽ എന്റെ വക ഒരു സമ്മാനം താങ്കൾക്ക് തരാം. ആടി ഉലയാത്ത നല്ലൊരു കപ്പലാണ് എന്റെ വക തരാൻ പോകുന്നത്. ഒന്ന് നൽകാൻ പറ്റുമോ? ഇവിടെ കരിങ്കൊടി, ഞാൻ ചോദിക്കട്ടെ ശ്രീ മഞ്ജുഷേ, ഈ കൊടി ഒരു കമ്പിൽ കെട്ടിയിട്ടുമല്ല പോയത്. ഈ കൊടി ഒരു പൈപ്പിൽ കെട്ടിയിട്ട് പോയിട്ടില്ല. ജസ്റ്റ് ഒരു കറുത്ത ഒരു തുണി, ആ തുണി കൊണ്ട് വീശുന്നു. അവിടെ ഒരു അക്രമം നടന്നോ? അതിന് MV ജയരാജൻ വന്നിട്ട് പറയും, ഇതാ ഒരു ബ്ലാക്ക് ഇതാ വരുന്നു, ആ കരിങ്കൊടിയാണത്, ഇത് ആക്രമിക്കുന്നു. 1 മിനിറ്റ് പോലും നിന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ വാദം പൊളിഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ ഒരു അക്രമം നടന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ നാടകം? ഞാൻ പറഞ്ഞുതരാം. 10 വർഷമായിട്ട് സമരം എന്തെന്നറിയാത്ത, പ്രതിഷേധം എന്തെന്നറിയാതെ, ഉപരോധം എന്തെന്നറിയാതെ, ഈ നാട്ടിൽ പുറത്തിറങ്ങി പ്രതിഷേധിക്കാത്ത, ഒരു വിഷയത്തിൽ ഇടപെടാത്ത, ഒരു കുഞ്ഞിന്റെ കൈ അറ്റുപോയപ്പോൾ അല്ലെങ്കിൽ മുറിച്ചു മാറ്റിയപ്പോൾ ശബ്ദിക്കാത്ത, PSC നിയമനം പിൻവാതിലൂടെ നടത്തുന്നു, 1ാം റാങ്കുകാർക്ക് പോലും ഇവിടെ നിയമനമില്ലാത്തൊരു കാലത്ത് മിണ്ടാതിരുന്ന് നല്ല തന്തൂരി ചിക്കനും നല്ല അൽഫാമും കഴിച്ച് തടിയെല്ലാം പുഷ്ടിയും വരുത്തിയിരിക്കുന്ന DYFIയും SFIയും ഒരു റിഹേഴ്സലാണ്. കാരണം അടുത്ത പ്രതിപക്ഷത്തിൽ ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് പുറത്തിറങ്ങും. ഇറങ്ങാൻ വേണ്ടി, അവർക്ക് പ്രതിഷേധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റിനപ്പുറത്തേക്ക് ഇതൊന്നുമില്ല.
ഈ വിഷയം 3 മണി കഴിഞ്ഞ് 4 മണി ആകുമ്പോഴേക്ക് കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെ പിള്ളേരും SFIയുടെ പിള്ളേരും ഇറങ്ങിയിട്ട് എന്താ ചെയ്യുന്നത്? പുതുയുഗ യാത്ര എന്താണ്? കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും ഫെബ്രുവരി 6-ാം തീയതി വളരെ ജനാവലിയോടുകൂടി തുടങ്ങി ജനം ഏറ്റെടുത്ത ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര, ജനം ഏറ്റെടുത്തൊരു യാത്ര മുന്നോട്ട് പോകുമ്പോൾ അപ്പുറത്ത് CPIയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു, ഇവിടെ 3 ജാഥ പോയി, ഒന്ന് ഗോവിന്ദമാഷിന്റെ, ഒന്ന് വിനോദ് വിശ്വത്തിന്റെ, ഒന്ന് ജോസ് കെ മാണിന്റെ, ഒരു മനുഷ്യൻ അറിയാതെ പോയി എന്ന് പറഞ്ഞപ്പോ ഈ ജാഥക്ക് ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ജാഥയുടെ പോസ്റ്റർ കാണുമ്പോൾ ആ പോസ്റ്റർ തകർക്കുക, അതിന്റെ സ്വാഗത കമ്മിറ്റി ഓഫീസ് തല്ലി തകർക്കുക. അവിടെ എനിക്ക് ജയരാജോട് പറയാം, നിങ്ങളോടൊക്കെ എനിക്ക് അഭിവാദ്യം, നന്ദി. ഞങ്ങൾക്ക് UDF എപ്പോഴും ഉണ്ടാവും. കാരണം നിങ്ങളത് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 30% കൂടി അധികം ആളുകൾ വരാനും അതിന്റെ പ്രചരണം കൂട്ടാനും കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇവിടെ ഈ നാടകം പൊളിഞ്ഞ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, CPM നാറിയിരിക്കുകയാണ്. ഇനി ഇതാ ഈ വിഷയത്തോടു കൂടി ചീഞ്ഞു നാറിയിരിക്കും, അങ്ങനെയാണ് പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങണം. താഴെത്തട്ടിലെ ജനങ്ങളൊക്കെ പറയൽ തുടങ്ങി ഈ മന്ത്രി ചെയ്യുന്ന പണി എന്താണെന്ന്. ഇനി അടുത്തൊരു കാര്യം കൂടി ശ്രീ മഞ്ജുഷേ, ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളുമായി നടക്കുന്ന ശ്രീ ജയരാജന്റെ പാർട്ടിയോട്, മാർക്സിസ്റ്റ് പാർട്ടിയോട് പറയട്ടെ, കഴിഞ്ഞ ദിവസം ഒരു ബോംബ് എറിഞ്ഞിട്ടുണ്ട്, അറിയോ? കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഞങ്ങളുടെ പ്രിയപ്പെട്ട മിഥുൽ ബാലന്റെ വീടിന് നേരെ നിങ്ങൾ ബോംബ് എറിഞ്ഞു. എന്നിട്ട് അവർക്ക് അഡ്വാൻസിലെ ആദരാഞ്ജലി അറിയിപ്പിച്ചിട്ടുണ്ട്. അഡ്വാൻസ് ആദരാഞ്ജലികൾ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് നടക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാണ്, ഈ സിസ്റ്റം തകരാറിനെതിരെ ഏതൊക്കെ മേഖല, ഏതൊക്കെ പ്ലാറ്റ്ഫോം കിട്ടുന്നു അവിടെയൊക്കെ വെച്ച് ഞങ്ങൾ സമരം നടത്തും, ഞങ്ങൾ കരിങ്കൊടി കാണിക്കും, ഞങ്ങൾ പ്രതിഷേധിക്കും. ഭയമില്ല. പിണറായിയുടെ പോലീസിനല്ല. പക്ഷെ നിങ്ങൾക്കത് കുറച്ച് ബുദ്ധിമുട്ടാവും. നേരത്തെ ഷാബു പറഞ്ഞതിനോട് ഞാനും അനുകൂലിക്കുകയാണ്. കാരണം നിങ്ങൾക്കൊരു ഭയം ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ, ഇല്ലേ ഷാബു? പക്ഷെ ഫാറൂഖിന് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. ഈ രണ്ട് ദിവസം എവിടെയെങ്കിലും കരിങ്കൊടി പ്രകടനമോ ഇവരുടെ ഒക്കെ പൊയ്ക്കോട്ടെ, ഒരു മര്യാദക്കൊരു പ്രതിഷേധം പോലും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല മഞ്ജുഷേ. ഇവര് ഭയന്ന് കഴിഞ്ഞു. ഇവരെ ഭയപ്പെടുത്തുക എന്നുള്ള, ഇവരെ ഭയപ്പെടുത്തി പുറകോട്ട് കൊണ്ടുപോകുക എന്നുള്ള CPM-ന്റെ തന്ത്രം വിജയിച്ചു കഴിഞ്ഞു. അതിന്റെ അകത്ത് CPM-ഉം ഈ മന്ത്രിയും സർക്കാരും ഒക്കെ കോമാളി വേഷം കെട്ടി, അവർക്കറിയാം. പക്ഷെ ആ കോമാളി വേഷം ഒരാഴ്ച കൊണ്ട് ജനങ്ങൾ മറക്കും. പുതിയ വിഷയം കിട്ടുമ്പം മാധ്യമങ്ങളും മറക്കും. പക്ഷേ ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഇവരുണ്ടാക്കിയിട്ടുള്ള ആ ഭയം അതവരെ വിട്ടുപോവില്ല. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങളില് ഈ പാവം ഫറൂഖിനെ പോലൊക്കെ ഉള്ളവർ വന്നിരുന്ന് പറയുന്നതല്ലാതെ നമ്മൾ പബ്ലിക്കിൽ തെരുവിൽ ഇവരുടെ പ്രസൻസ് പോലും ഇല്ലെന്ന് ഒരിടത്തും ഇല്ല. ഇവർക്ക് ആ സമരവീര്യം ഇവരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂർവാധികം ശക്തിയോടുകൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണേണ്ടതല്ലേ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഇവരെ ഈ CPM-നെ നാടകം, കോമാളികൾ ഇതൊക്കെ പറഞ്ഞ് പരിഹസിക്കും. അവർക്കത് വിഷയമല്ല. അവർ കോമാളി വേഷം കെട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ മറ്റൊരു രീതിയിൽ നറേറ്റീവ് ഉണ്ടാക്കുവാനും CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. അതിലും അവർ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്, അല്ലെ? ഉണ്ട്. അവരുടെ ഉദ്ദേശത്തിൽ, അവരുടെ അജണ്ടയിൽ CPM വിജയിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ വാസ്തവം. ഞാൻ പറഞ്ഞല്ലേ, ഇതുപോലുള്ള ഫറൂഖിനെ പോലെയുള്ള പാവം ചെറുപ്പക്കാർ പറയുന്നതല്ലാതെ. അത് മാത്രമല്ല, ശരി, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ആശുപത്രി ICU-വിൽ സെൽഫി എടുത്തതും അതുപോലെ തന്നെ രാവിലെ ICU-വിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതും ഇത്രയും കിലോമീറ്റർ ദൂരം തിരുവനന്തപുരത്തേക്ക് കാറിൽ പോയതുമൊക്കെ, ഇതൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കുറെ പരിഹാസങ്ങൾ മന്ത്രിക്കെതിരെ പറയുന്നുണ്ടെങ്കിലും അവിടെയും കോൺഗ്രസ് നേതൃത്വമൊക്കെ മടിച്ചു നിൽക്കുകയാണ്. എങ്ങാനും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പരിഹാസ്യമായി പോകുമോ, ഒരു വനിതാ മന്ത്രിക്ക് നേരെയല്ലേ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ഒരു ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ് ഇപ്പോൾ. എന്താ മഞ്ജുഷ പറയുന്നത്? ഷാബു, അതെ, അതായത് ആലോചിച്ച് നോക്ക്. 14 മണിക്കൂർ, വെളുപ്പിനെ 4 മണിക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡിസ്ചാർജ് നമ്മൾ കേൾവിയുണ്ടോ ഈ നാട്ടില്? വെളുപ്പിനെ 4 മണിക്ക് ഒരു മെഡിക്കൽ കോളേജിൽ, അതും ICU-ന്ന് ഡയറക്റ്റ് ഡിസ്ചാർജ് കേൾവിയുണ്ടോ മഞ്ജുഷേ? ICU-ന്ന് ഡയറക്റ്റ് ഡിസ്ചാർജ് ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ICU-ന്ന് വാർഡിലേക്കോ റൂമിലേക്കോ മാറ്റി ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞ് നോർമലായി. ഇതാണ് ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയർ. അതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഇപ്പോഴത്തേക്ക് 14-15 മണിക്കൂർ കഴിഞ്ഞു. ഈ മന്ത്രി എവിടെ പോയെന്ന് ഒരു പിടിയില്ല.
എവിടെയാണ് അതൊരു ചോദ്യമാണ്. മന്ത്രി എവിടെ പോയി എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നുള്ളതായിരുന്നു രാവിലത്തെ റിപ്പോർട്ടുകൾ. പക്ഷേ മന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുമില്ല. മന്ത്രി എവിടെ? ആരോഗ്യമന്ത്രി എവിടെ? ഡോക്ടർ ബി ജയരാജ്. എന്നോടാണോ ചോദ്യം? ആരോഗ്യമന്ത്രി എവിടെയെന്ന് അറിയണമെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലാണ് വിളിച്ച് ചോദിക്കേണ്ടുന്നത്. അതിന് ഉത്തരം പറയാൻ ഞാനാളല്ല. രണ്ടാമത്തെ കാര്യം, ഷാബു പ്രസാദ് കുറെ നേരം കൊണ്ട് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആളുകളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കാൻ. ഇതിനിടയ്ക്ക് BJPക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം കൊണ്ട് അത് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കേരളം പോലുള്ള മതേതരമായ ഒരു സമൂഹത്തിൽ ഒരിക്കലും വിൽക്കാൻ പോകുന്നില്ല. ആ വെള്ളം അങ്ങ് താന്ന് ഇറക്കി വെച്ചേരെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ സഹായത്തോടെ ചിലപ്പോൾ അക്കൗണ്ട് തുറക്കുമായിരിക്കും. പക്ഷെ അക്കൗണ്ട് പൂട്ടിക്കുന്നത് എപ്പോഴും ഇടതുപക്ഷമാണ്. കേരളത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. എവിടെ എടുത്താലും, നിയമത്താണെങ്കിലും ശരി തന്നെ. അപ്പൊ ആ ഒരു സാധ്യത ഇല്ല. ഞാൻ പറയട്ടെ ഡോക്ടർ ബി ജയരാജ്, ഈ മന്ത്രിയുടെ മന്ത്രിക്ക് പിടലിക്ക് പരിക്കേറ്റതും മന്ത്രി ICUവിൽ കഴിഞ്ഞതും ഇതിനെ വർഗീയതയുമായും മതനിരപേക്ഷതയുമായും ഒക്കെ എന്തിനാണ് ബന്ധപ്പെടുത്തുന്നത്? അതുമായിട്ടൊന്നും ഇവിടെ ഒരു ബന്ധവുമില്ലല്ലോ ഇതിന്. പെടലിയൊടിഞ്ഞ് കിടന്ന മന്ത്രിയെ കാണാനില്ല. അതല്ല, ഞാൻ ഷാബു പ്രസാദിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഷാബു പ്രസാദിന്റെ ന്യായങ്ങൾ കേട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഷാബു പ്രസാദിനുള്ള മറുപടിയാണ്. ഈ മന്ത്രിയുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഷാബു പ്രസാദിന് കോമാളിത്തരമായിട്ടോ അല്ലെങ്കിൽ അസംബന്ധ നാടകമായിട്ടോ ഒക്കെ തോന്നാം. അത് ഷാബു പ്രസാദിന്റെ പെർസ്പെക്റ്റീവാണ്. ഞാൻ എന്റെ പെർസ്പെക്റ്റീവാണ്. എന്റെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുന്നുണ്ട്. ഒരു സാധാരണ രീതിയോടുകൂടി ഞാൻ ആലോചിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രായത്തിൽ ശരി, ഞാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ സംസാരിച്ചോട്ടെ. ഓക്കെ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സംസാരിക്കാനുള്ളത്, ഇതിനകത്ത് ഞാനൊരു ഈ രാഷ്ട്രീയ ആ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ളത് വിട്ടിട്ട് സാധാരണഗതിയിൽ ഒരു കോമൺ മാനായിട്ട് ഇന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ്? വളരെ ചെറിയ പ്രായത്തിൽ ഒരു ചാനലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചേർന്ന ഒരു വനിത, മന്ത്രി എന്നുള്ള നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു വനിത. ഈ പറയുന്ന ചില സംഭവങ്ങൾ ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഈ ചില സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അതിനെതിരെ നടപടിയെടുക്കുക, ആ ഡോക്ടർമാരെ പിരിച്ചുവിടുക, അല്ലെ സസ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം ഡയാലിസിസ് യൂണിറ്റുകൾ കൂട്ടുന്നതിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നു. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് നടന്നു. ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യവകുപ്പായിട്ട് 10,000 കോടി രൂപയാണ് മറ്റ് കമ്പനികൾ, കോർപ്പറേറ്റുകൾ സ്വകാര്യ മേഖലയിൽ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യവകുപ്പിനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളത് ഈ കോർപ്പറേറ്റുകളുടെ ആവശ്യമാണ്. അതിന് അവർ പണം പമ്പ് ചെയ്യും. ആ ടെനിക്കോസ്കാർക്ക് അവർക്ക് ലാഭം ഇറക്കി കഴിഞ്ഞാൽ ഇതിന്റെ ആകെത്തുക ഇത്രയേ ഉള്ളൂ. ഈ 10,000 കോടി രൂപ ലാഭം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊതു ചികിത്സാ രംഗം അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തകരണം. ആരോഗ്യവകുപ്പിനെ കുറിച്ച് മോശം കഥകൾ ദിനം പ്രതി സൃഷ്ടിച്ചു വിട്ടാൽ മാത്രമേ മറ്റവർക്ക് ഇവിടെ തഴച്ചു വളരാനായിട്ട് പറ്റൂ. ഇവിടെ ആരോഗ്യവകുപ്പ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 10,000 കോടി രൂപയാണ്. അതേപോലെ 10,000 കോടി രൂപ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് 1 പോയിന്റ് അജണ്ടയായിട്ട് ആരോഗ്യവകുപ്പ്. എന്തൊരു വിവരക്കേടാണ് ഷാബു പ്രസാദ് 100 പ്രാവശ്യം ഇതിനൊക്കെ മറുപടി പറഞ്ഞാണ്. എന്തൊരു വിവരക്കേടാണ് അത് പറഞ്ഞ. സൂപ്പർ സ്പെഷ്യാലിറ്റി അസുഖങ്ങൾക്ക് അമേരിക്കയിലുള്ള ചികിത്സ, നമ്മളുടെ പ്രാഥമിക ചികിത്സയ്ക്കാണ് ഏറ്റവും മികച്ചത് കേരളം. ഇത് മനസ്സിലാക്കാതെ വെറുതെ ഇരുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ ചികിത്സിക്കുന്നു പറയുന്ന ന്യായം എന്താണ്? ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണെങ്കിൽ ഇവിടെ ചികിത്സിക്കാം. ഞാൻ പറയുന്നത് കേൾക്ക് ഷാബു പ്രസാദ് എന്തൊക്കെ വിട്ടിത്തരായി പറയുന്നത്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇറങ്ങിയ കാര്യങ്ങള്, വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ? വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ? കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് കെയർ ആണ് ഏറ്റവും നമ്പർ 1. അതുകൊണ്ടാണ് കോവിഡ് പോലുള്ള മഹാമാരികളെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റിയത്. പക്ഷേ സൂപ്പർ സ്പെഷ്യാലിറ്റി സെക്ടറുകളിൽ മറ്റു രാജ്യങ്ങളിലാണ് പ്രധാനം. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അത്ര ഹൈടെക് ഹോസ്പിറ്റൽ ഇപ്പൊ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി പോലെ അല്ലെങ്കിൽ മയോ ക്ലിനിക്ക് പോലെ ഒരു സാധനം കേരളത്തിലില്ല.
എന്നും പറഞ്ഞ് കേരളത്തിന്റെ ചികിത്സാ രംഗം മൊത്തം തകരാറിലാണോ? വേൾഡ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയെക്കാളും മികച്ച പ്രൈമറി ഹെൽത്ത് കെയർ ആണ് ഇവിടെ ഉള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ താങ്കളോട് മണിക്കൂറുകൾ ഇരുന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടും താങ്കൾക്ക് അതിന്റെ വ്യത്യാസവും മനസ്സിലാവില്ല. എന്തുകൊണ്ട് ഇവിടെ ചികിത്സിക്കുന്നില്ല? എന്നാൽ ഒരു സ്റ്റെന്റ് വെക്കുന്ന ഒരു ഹോസ്പിറ്റൽ, ഒരു ഹൃദയ ശസ്ത്രക്രിയയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ആണെങ്കിൽ കേരളം ഉറപ്പായിട്ട് ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് KN ബാലഗോപാൽ. KN ബാലഗോപാൽ ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഓപ്പറേഷൻ നടത്തിയത് ഇവിടുത്തെ മെഡിക്കൽ കോളേജിലാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഒരു ഹൃദയ ശസ്ത്രക്രിയ ഇവിടെ ചെയ്യാം. അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈ എൻഡ് ചികിത്സ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പുറത്ത് പോയേ പറ്റൂ. അവിടെ അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതി ഇവിടെ ഇല്ല. നമുക്ക് മലബാർ ക്യാൻസർ സെന്റർ ഉണ്ട്, RCC ഉണ്ട്, എന്നാൽ പോലും അതൊന്നും ലോകോത്തര നിലവാരത്തിലുള്ളതല്ല. പ്രൈമറി ഹെൽത്ത് കെയറിൽ നമ്മൾ ലോകോത്തര നിലവാരത്തിൽ തന്നെയാണ്. ഇതുപോലുള്ള ആ സ്പെസിഫിക് ആയിട്ടുള്ള കേസ്. അതുകൊണ്ട് നിങ്ങൾ എന്തൊരു വിവരക്കേടാണ് നിങ്ങളടുത്ത് പറയുന്നതിനേക്കാളും നല്ലത്. നിങ്ങൾ എന്ത് കഴിക്കുന്നത്? നിങ്ങൾ ചാണകമാണോ കഴിക്കുന്നത്? ഇങ്ങനെ വിവരക്കേടെടുത്ത് വിളമ്പിക്കൊണ്ടിരുന്ന ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തന്നല്ലേ? താങ്കൾക്ക് മനസ്സിലാകത്തില്ലേ? എന്തൊരു കഷ്ടമാണ്. ജയരാജ് എന്നിട്ടാണോ നമ്പർ 1 എന്ന് പറയുന്നത് എന്നേ ചോദിച്ചുള്ളൂ ഷാബു. അദ്ദേഹത്തെ പരിഹസിക്കേണ്ട കാര്യമില്ല. ശരി, ശ്രീ അതല്ല ഞാൻ പറഞ്ഞത് ഷാബുവിന്. ശരി, മനസ്സിലായി. ഓക്കെ ഫാറൂഖ്, ഇതിപ്പോൾ നേരത്തെ ഷാബു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. KSUക്കാർ ഷെഡിൽ കയറി, യൂത്ത് കോൺഗ്രസ്സുകാർ ഷെഡിൽ കയറി. നിങ്ങളുടെ സമരമൊക്കെ തീർന്നു എന്ന്, ഇതോടുകൂടി തീർന്നു. ഇതെല്ലാം നിങ്ങളുടെ സമരമെല്ലാം തീർന്നു. അങ്ങനെ അതിൽ വിജയിച്ചത് ആരാണ്? സർക്കാരാണ്. മഞ്ജുഷേ, കേരളത്തിലെ പ്രതിപക്ഷം UDFന്റെ നേതൃത്വത്തിൽ നടത്തിയ എത്ര സമരങ്ങൾ, ആ സമരങ്ങൾ ഞാനിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എനിക്കറിയാം, എൻ്റെ പേരിൽ ഏകദേശം ഒരു 10-35 കേസുകളുണ്ട്. ഞാൻ നിരന്തരമായി ഈ സമരങ്ങളിലുണ്ട്. ആ സമരത്തിന്റെ ഒരു അടുത്തൊരു ഘട്ടം എന്ന നിലക്കാണ് ഞങ്ങളൊരു യാത്ര നടക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഈ KSUവിന്റെ സഹപ്രവർത്തകർക്കെതിരെ ഏതാ കേസ് എടുത്തിരിക്കുന്നത് അറിയോ? ശ്രീ ഷാബു പ്രസാദിന് അറിയോ? വെപ്പൺസ് ഒന്നും കയ്യിലില്ല, പക്ഷേ കൊലപാതക കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോ അത്തരം കേസുകൾ നടന്ന് ഞങ്ങൾ ഇവിടെ അല്ല, ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും സമരം നടത്തിയവരാണ്. നിരന്തരമായ സമര പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ഒരു കാര്യം കൂടി പറയാം, ഇതൊരു കാവൽ സർക്കാരായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു 5-ാം തീയതിയോ 10-ാം തീയതിയോ പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതുവരെയുള്ള ഒരു കാവൽ. അതിനിടയിൽ ഇപ്പോൾ തറക്കല്ലിടലും ഉദ്ഘാടനം മാമാങ്കും മാത്രമേ ഉള്ളൂ. ഒരു കേരളത്തിന്റെ ജനങ്ങൾ 100+ സീറ്റിലേക്ക് UDFനെ എത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തോടു കൂടി ഞങ്ങൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ കേരളത്തിൽ ഒരു പ്രതിപക്ഷം കൂടി ഉണ്ടാവില്ലേ എന്നാണ് ഞങ്ങൾക്കൊരു സംശയം. അത്രമേൽ ഐക്യ ജനാധിപത്യ മുന്നണി വളരെയേറെ പ്രതീക്ഷയോടുകൂടി എന്ന് മാത്രമല്ല, ഞങ്ങൾ പരാജയം മാത്രം പറഞ്ഞ് അതിൽ പ്രതിഷേധങ്ങൾ മാത്രം അപ്പുറത്തേക്ക് എന്താണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്തു നിന്നും ഒരു ആൾട്ടർനേറ്റീവ് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ആരോഗ്യ മേഖല, ഈ പ്രതിസന്ധികൾ, നമ്മുടെ ഖജനാവ് പൂച്ച പെറ്റുകിടക്കുന്ന ഈ അവസ്ഥ, ഇതിനൊക്കെ എങ്ങനെയാണ് മാറ്റം വരുത്തി ഈ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ വന്നാൽ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ ശ്രീ ജയരാജ് അവർ. ഇനി രണ്ടാമത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ശ്രീ മഞ്ജുഷോട് വീണ്ടും ഞാൻ പറയാണ്, യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ കേരള പൊതുസമൂഹത്തിന് അറിയാം. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാം. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നടന്ന സംഭവം, അവിടെയാണ് കരിങ്കൊടി കാണിക്കുന്നത്. ആ കരിങ്കൊടി കാണിക്കുമ്പോൾ തന്നെ പോലീസുകാർ പിടിച്ചു മാറ്റി. അവിടെ പിന്നീട് പോലീസ് അവരെ മാറ്റുന്നു, മന്ത്രിയെ മാറ്റുന്നു. മന്ത്രിയുടെ നേരെ ആക്രോശിച്ച് ഈ പറയുന്ന പോലീസിന് നേരെ ആക്രോശിച്ച് ചെല്ലുന്നു. അതുപോലെ KSUക്കാരെ നേരെ ചെല്ലുന്നു. ഒന്നാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകുമ്പോഴും പെടലിക്ക് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് AM ഷംസീറിനെ കണ്ടപ്പോഴാണ് പെടലിക്ക് കുഴപ്പം. മുഖ്യമന്ത്രിക്ക് വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നത്? അഭിനയത്തിന് ദേശീയ അവാർഡ് കിട്ടിയ വീണ ജോർജ് ആണ് അഭിനയത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയ പിണറായി വിജയൻ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താ ചെയ്യേണ്ടത്. അപ്പൊ തന്നെ അദ്ദേഹം സഡൻലി പറഞ്ഞു, വേഗം ഹോസ്പിറ്റലൈസ് ചെയ്യണം, വേഗം പോകണം. ഞാൻ ഒരു കാര്യം പറയുന്നു ശ്രീ മഞ്ജുഷേ, ഈ ഉളുക്കിയ ഈ പെടലി ഉണ്ടല്ലോ, ഇതിന്റെ ഈ അസുഖം മാറാൻ ICU ആവശ്യമില്ല, മറ്റു മെഡിസിൻസ് ഒന്നും ആവശ്യമില്ല. മീശമാധവൻ സിനിമയിൽ അവസാനം കൊച്ചിനനീഫ ഒരു കഥാപാത്രം ഉണ്ടല്ലോ പെടലി, ആ കഥാപാത്രത്തിൽ അവസാനം ഉണ്ട്, ഞാൻ തിരുവനന്തപുരത്തോട്ടൊന്ന് വിളിച്ചോട്ടെ എന്ന് കൊച്ചിനനീഫ പറയുമ്പോ ജഗതി ഒരൊറ്റ പെട
മുഖത്തേക്ക് ഒന്ന് കൊടുക്കും, അതോടുകൂടിയുടെ പെടലിയുടെ അസുഖം തീരും. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നാടകം ഇത് കേരളത്തിൽ ഇപ്പൊ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു തിരക്കഥ ഉണ്ടാക്കിയെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾക്ക് എന്നത് വിനയായി മാറി. ശരി ശ്രീ ജയരാജ്, അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ സെൽഫിയോട് കൂടി ഇതിന് കർട്ടൻ ഇട്ടേക്കും മിക്കവാറും. ഇതിനെ ഒരു വിഷയമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അല്ലേ? അതാണ് ഷംസീർ എന്ന് പറഞ്ഞതും ഇതിനെ രാഷ്ട്രീയമായിട്ട് ഇനി ഒരു മറുപടിയും ഇല്ല എന്ന്. ഞാൻ ഈ പറഞ്ഞത് ആ കേസ് ആ യൂത്ത് പാലക്കാട് നിന്ന് വന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ ഭാഷ ഉണ്ടോ, എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണ്. പെടലിക്കൊരു പിട കൊടുത്താൽ മാറുമെന്നൊക്കെ പറയുന്ന അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് സ്ത്രീകൾ ഒരു അധികാര സ്ഥാനങ്ങളിൽ വരുന്നത് ഇഷ്ടമല്ലാത്ത തികച്ചും യാഥാസ്ഥിതികമായിട്ടുള്ള മെയിൽ ഷോവനിസ്റ്റ് പിഗ് എന്ന്, ഞാൻ പിഗ് എന്നുള്ളത് വിത്തിൻ ഇൻവേർട്ടഡ് കോമേഴ്സ് അത് പേര് വിളിച്ച് തുടങ്ങിയത് തന്നെ കാരണം ഇത്തരത്തിലുള്ള കമന്റുകളാണ്. ഇത് സിംപ്ലി ഇൻടോളറബിൾ ആണ്. ഇത്തരത്തിലുള്ള ഭാഷ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. ആരാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യനാവതെന്ന് ഇപ്പൊ വ്യക്തമായല്ലോ മഞ്ജുഷിന്. അയാൾ ഉപയോഗിച്ച ഭാഷ ഉണ്ടല്ലോ, അയാൾ ഉപയോഗിച്ച ഭാഷ എത്രമാത്രം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഭാഷയാണ് ഒരു കോൺഗ്രസിന്റെ നേതാവ് ഒരു ചർച്ചയിൽ വന്നിരുന്നോണ്ട് പറയുന്നത്. ഇത് വിവരക്കേടിന്റെ അങ്ങേയറ്റമല്ലേ? അല്ലെങ്കിൽ വിവരിക്കേണ്ടടുത്ത് കിരീടമായിട്ട് വെച്ചോണ്ട് നടക്കല്ലേ ഫാറൂഖ് ചെയ്യുന്നത്? ഫാറൂഖ് ഒന്ന് ആലോചിക്കണം. താങ്കൾ സംസാരിച്ചത് താങ്കൾ കോൺഗ്രസിന്റെ നേതാവാണെന്ന് പറയുന്നത് നാണമില്ലേ താങ്കൾക്ക്? ഇത്തരം ഭാഷ സ്ത്രീകൾക്കെതിരെ താങ്കൾക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ? താങ്കൾക്കും ഇല്ലേ സഹോദരങ്ങള്? താങ്കൾക്കും ഇല്ലേ സഹപ്രവർത്തകര്? ഈ സ്ത്രീകൾക്കെതിരെയുള്ള സംഭാഷണം ഉണ്ടല്ലോ, ഇത്തരത്തിൽ അടി കൊടുക്കണമെന്നൊക്കെ പറയുന്ന ഫാറൂഖ്, ആരോഗ്യമന്ത്രിയെ തല്ലണം എന്നുള്ള രീതിയിലാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് പിൻവലിക്കുകയാണ് നല്ലത്. ആരോഗ്യമന്ത്രിയെ തല്ലണം എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ അത് പിൻവലിക്കുക. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പിൻവലിക്കുക. ഞാൻ ആ കോമഡി കഥാപാത്രം, ആ സിനിമയിലുള്ള അതേ കോമഡി കഥാപാത്രം ആ രീതിയിൽ ആണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ താങ്കൾക്ക് കോമഡിയാവും, താങ്കൾക്കതൊക്കെ കോമഡിയാവും, താങ്കൾക്കത് കോമഡി ആയിരിക്കും. പക്ഷെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് കോമഡി അല്ലാതെ താങ്കൾക്കത് കോമഡി ആയിരിക്കാം, പക്ഷെ മറ്റുള്ളവർക്കത് കോമഡി അല്ല. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അത് ഒരിക്കലും കോമഡി അല്ല. അത് ആസ്ഥാനത്തിലുള്ള വിവരക്കേടിന്റെ ജൽപ്പനമാണ്. ഫാറൂഖെ, താങ്കൾ പറഞ്ഞത് വിവരക്കേടിന്റെ ജൽപ്പനമാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനെ വളരെ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം ചിന്താ ജെറോം വിളിച്ചത്. ജയരാജിനോടാണോ? ജയരാജ്, ചിന്താ ജെറോം ഒന്നും വിളിച്ചില്ല. ചിന്താ ജെറോം പങ്കെടുക്കുന്ന ഒരു പ്രകടനത്തിൽ ആരോ മുദ്രാവാക്യം വിളിച്ചതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് പലപ്പോഴും നമ്മൾ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളതാണ്. അന്തിക്കമ്പല മുറ്റത്ത് 6 അടി കുറുവടി കുളവടി ഏന്തി കോലുകളിക്കും RSS ആരോടാണ് ഈ കോലുകളി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകോപനപര മുദ്രാവാക്യം ഞാനും വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ വിളിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മുദ്രാവാക്യം ഞാനും വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് തെറ്റായ രീതിയിലുള്ള ഒരു മുദ്രാവാക്യമാണ്. അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. RSSകാരെ ഇതിനേക്കാൾ ഭീകരമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചതിന്റെ കാര്യം അവിടെ ചിന്താ ജെറോമൊന്നും അത് വിളിച്ചില്ല. ചിന്താ ജെറോം അത് ഏറ്റുവിളിച്ചതില്ല. പക്ഷേ ചിന്താ ജെറോം പങ്കെടുത്തൊരു പ്രകടനത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. അത് മോശം പ്രയോഗം തന്നെയാണെന്ന് അംഗീകരിക്കുന്നതിന് യാതൊരു മടി എനിക്കില്ല. അതൊരു മോശം പ്രയോഗം തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്. കുന്തിരിക്കും കരുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വൃത്തികെട്ട മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾക്കെല്ലാം ഞാൻ എതിരാണ്. ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾക്ക് ഞാൻ എതിരാണ്. അതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഒരു ചർച്ചാ വേദിയിൽ വന്നിരുന്നുണ്ട്. അതായത് ഷാബു, ഇത് സ്ത്രീ വിരുദ്ധതയാണ് ഈ പറയുന്നത് എന്നാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രയോഗിക്കുന്ന ഓരോ വാക്കുകളും അത് സ്ത്രീ വിരുദ്ധത എന്നാണ് ഡോക്ടർ ബി ജയരാജ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ ഷാബു. ഇല്ല, എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഫറൂഖ് അത് പറഞ്ഞു വന്നപ്പോ തന്നെ അയാളത് ഒരു സാന്ദർഭികമായിട്ട് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞ സംഭവമാണ്. ഉടനെ ജയരാജ് ഇതേ കയറി തൂങ്ങുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയായിരുന്നു. ഇതിനകത്ത് യാതൊരു കാര്യം, അത് കറക്റ്റാണത്. അതായത് അതിന്റെ അകത്തെ ആ കൊച്ചിൻ താങ്കളെ ഞാനൊന്ന് നമിച്ചുകൊള്ളട്ടെ. ത്രികാല ജ്ഞാനിയായ ഷാബു പ്രസാദെ, ഞാനൊന്ന് നമിച്ചുകൊള്ളട്ടെ താങ്കളെ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അല്ല, അങ്ങേർക്കെല്ലാം നേരത്തെ അറിയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഷാബു പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് കാര്യം മുൻകൂട്ടി കാണാനുള്ള കഴിവെന്നൊക്കെ പറയുന്നത് വലിയ മനസ്സിലാക്കണമെങ്കിൽ തലക്കകത്ത് എന്തെങ്കിലും വേണം. അത് നിങ്ങൾക്കതില്ലാതെ പോയത് എന്റെ കുഴപ്പമല്ല.
പേരിന്റെ പുറകെ ഡോക്ടർ തൂക്കിയിട്ടുണ്ട് നടന്നാൽ ബോധവും വിവരമില്ലാതായപ്പോ അതിനെന്ത് ചെയ്യാന്? ചാണകം തീറ്റി അങ്ങ് നിർത്തിയാൽ മതി. ചാണകം തീറ്റി അങ്ങ് നിർത്തിയാൽ മതി ഷാബു പ്രസാദ്, കുറച്ചുകൂടെ വെളിവാവും. ഷാബു, നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീ വിരുദ്ധതയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതാണ് ജയരാജന്റെ വാക്കുകളിലും കേൾക്കുന്നത്. ഇത് ഏത് ലെവൽ വരെ വേണേ പോകും എന്റെ മഞ്ജുഷേ. ഒരു കാര്യമുണ്ട്, ചോത്തി ഗൗരി മിണ്ടണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാണത്. അത് പറഞ്ഞത് എന്നോടങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് സാക്ഷാൽ ഗൗരിയമ്മ തന്നെയാണ്. അവരാണ് ഇവിടെ നാട്ടുകാരെ സ്ത്രീ വിരുദ്ധത എന്താണ് ഈ പറഞ്ഞ പോലെ എന്താണ് ഈ പറഞ്ഞൊക്കെ പഠിപ്പിക്കാൻ വരുന്നത്. നാട്ടുകാരെ മുഴുവനും സ്ത്രീ വിരുദ്ധരെന്ന് ആക്ഷേപിക്കാൻ നടക്കുന്നത്. ഇവരെ പോലെ സ്ത്രീ വിരുദ്ധരായിട്ടുള്ള വൃത്തികെട്ട ജന്മങ്ങൾ വേറെ ഇല്ല. സാക്ഷാൽ KR ഗൗരിയമ്മയോട് പറഞ്ഞ വാക്കുകള് ഇപ്പോഴും യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഗൗരിയമ്മ നേരിട്ട് പറഞ്ഞ കാര്യം, അത് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, റിപ്പോർട്ടഡ് സ്പീച്ച് ഒന്നുമല്ല. ഗൗരിയമ്മയുടെ വായിൽ നിന്ന് വീണ വാക്കുകളാണത്. ചോവത്തി ഗൗരി മിണ്ടണ്ട എന്ന് നമ്പൂതിരിപ്പാടിന്റെ മകൻ പറഞ്ഞത്. അതിനെക്കാട്ടി വലിയ സ്ത്രീ വിരുദ്ധതയൊന്നും ഈ നാട്ടിലുണ്ടായിട്ടില്ല. അത് തന്നെയാണ് എന്ന് ഇവര് കാണിക്കുന്നത്. എന്തൊരു കള്ളത്തരങ്ങളാണ് ഈ പറയുന്നത്, നട്ടാക്കുരുക്കാത്ത നുണകളാണ്. താങ്കൾ ഏത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇത് വായിച്ചത്? താങ്കൾ ഏത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ അനിയൻ ശ്രീധരനെ കുറിച്ചൊന്നും ഇങ്ങനെ പറയരുത്. വളരെ മോശമാണ്, വളരെ മോശമാണ് ഇതൊക്കെ. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഷാബു പ്രസാദ്, ഡോക്ടർ ബി ജയരാജ്, ശ്രീ OK ഫാറൂഖ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വീണ ജോർജ് പരിഹാസ കഥാപാത്രമെന്ന് VD സതീശൻ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നവർ 88%, യോജിക്കാത്തവർ 10%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.